ഹലോ, ഇന്നത്തെ ഇതൊരു കുക്കിംഗ് വ്ളോഗാണ്. നമ്മൾ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ എല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കാരണം ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. സോ ഈ മാരിനേഷനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ, ഇത്രയും ചേർത്തിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് മാരിനേറ്റ് ഒക്കെ ചെയ്തു. ഇനി ഇതിവിടെ ഒരു അരമണിക്കൂറോളം ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നല്ലപോലെ മാരിനേഷൻ അതിൽ പിടിക്കുമല്ലോ. പിന്നെ ഇത് അടുപ്പിലേക്ക് എണ്ണ ചൂടാവാനായിട്ട് വെച്ചു. നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോൺസ് ഇടുന്നുള്ളൂ. പിന്നെ ഇനി പ്രോൺസ് വറുത്തതിന് ശേഷം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ പച്ചമുളക്, പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി. അപ്പോൾ ഇത് എണ്ണ ചൂടായി നോക്കുകയാണ്. ഇത് ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരു ടൂളാണ് കേട്ടോ. കറക്റ്റ് എണ്ണയുടെ ചൂട് അറിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറക്റ്റ് രീതിയിൽ അത് വറുത്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ടെമ്പറേച്ചർ നോക്കിയത്. അപ്പോൾ ഇത് കറക്റ്റ് ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. അതിലേക്ക് കൊഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തു. നല്ലപോലെ ഫ്രൈ ആവണം. ഇവിടെ ഒരുപാട് കൊഞ്ചുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ട്രിപ്പ് ഇടേണ്ടി വന്നു. അപ്പോൾ അത് കൊഞ്ച് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കോരി മാറ്റി. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ കൊഞ്ച് വറുത്തതിന് ശേഷം ആ എണ്ണ നമ്മൾ അരിച്ചെടുക്കും കേട്ടോ. അതിൽ മസാലയൊക്കെ കാണും, അത് മാറ്റാനായിട്ടാണ്. അതിനുശേഷം പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നല്ലപോലെ ഫ്രൈ ആവണം. ഇതെല്ലാം മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കോരിയെടുത്തു. പിന്നെ നമ്മൾ അടുത്തത് ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചിയും നല്ലപോലെ തന്നെ ഫ്രൈ ആവണം. എല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഇഞ്ചിയും ഫ്രൈ ആയി കിട്ടി. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പച്ചമുളക്, ഞാൻ ചോപ്പറിലിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തത്. അല്ലെങ്കിൽ അരിയുമ്പോൾ നമ്മൾ ഭയങ്കര കുനുകുനാന്ന് ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. പിന്നെ പച്ചമുളക് നമ്മൾ ഏകദേശം ഫ്രൈ ചെയ്ത് മാറ്റി. പിന്നെ പച്ചമുളക് ഫ്രൈ ചെയ്യാനിടുമ്പോൾ നമ്മൾ അടുത്തേക്ക് അധികം നിൽക്കരുത്. ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നാണ് കണ്ണ് മുഴുവൻ പുകഞ്ഞു പോയി. പിന്നെ നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മളിവിടെ 2 ടൈപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒന്ന് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇച്ചിരി എരിവുള്ള മുളക് പൊടി. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത് ക്വാണ്ടിറ്റി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം പൊടി എസ്പെഷ്യലി നമ്മൾ മുളക് പൊടി ഇട്ടുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കായമാണ് കേട്ടോ ചേർക്കുന്നത്, കായപ്പൊടി. ഇത് കഴിഞ്ഞ് ഉലുവയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ മേടിക്കുന്ന ഉലുവാപ്പൊടി ആഡ് ചെയ്യാം, പക്ഷെ നമുക്കതിന് വലിയൊരു ഫ്ലേവറും വേണം തോന്നാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഫ്ലെയിം കുറച്ച് ലോ ആക്കണം, കാരണം ഇല്ലെങ്കിൽ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകാൻ ചാൻസ്. അതൊരു 2 to 3 മിനിറ്റ്സ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനീഗറാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ആ മസാല എല്ലാ പ്രോൺസിലും പറ്റുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, കാരണം പൊടികളും മസാലയും അതിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 4 മിനിറ്റ്സ് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അത് വെക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.